ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഈ വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രോബ്ലമാണ്. അതായത് എൻ്റെ ഗൂഗിൾ പേയിലേക്ക് പൈസ ആർക്കെങ്കിലും അയക്കാൻ ശ്രമിച്ച് നടക്കില്ല. അതായത് നമ്മുടെ QR കോഡോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ആരെങ്കിലും ഗൂഗിൾ പേ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് എന്താ പറയുക, സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അയക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പം ഞാൻ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ പേ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ, അവരായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ അവർക്കും ഹെൽപ്പ് ചെയ്യാനും സാധിച്ചിട്ടില്ല. പക്ഷേങ്കിൽ എനിക്ക് ആർക്ക് വേണമെങ്കിലും പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ആര് ഗൂഗിൾ പേ നമ്പറിലേക്കും അല്ലെങ്കിൽ ഏത് ഒരു QR കോഡിലേക്കും എനിക്ക് സ്കാൻ ചെയ്ത് പൈസ അയക്കാം. പക്ഷേ എനിക്ക് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല, അവരിന് സെൻഡ് ആവില്ല. അതായത് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഇഷ്യൂ, ഒരാളെ ഗൂഗിൾ പേയിലേക്ക് പൈസ അയച്ചിട്ട് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി അവർക്ക് കയറിയിട്ടില്ല, ആ ഒരു ഇഷ്യൂ ആണ്. പക്ഷേ എൻ്റെ എങ്ങനെയല്ല, എൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ആരും പൈസ അയക്കാൻ നോക്കുമ്പോൾ തന്നെ ഫയൽഡ് ആണെന്ന് കാണിക്കുക, സെൻഡ് ആക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടതെന്ന്. കാരണം എനിക്ക് ആ ഇമെയിൽ അഡ്രസ്സ് എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമെയിൽ അഡ്രസ്സിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മറ്റൊരു ഇമെയിൽ അഡ്രസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ എൻ്റെ അത് പ്രൈമറി ആയിട്ടുള്ള ഇമെയിൽ ആയതുകൊണ്ട് അതെനിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് മാറ്റുന്നൊരു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അത് നോക്കിയിട്ടില്ല. അതല്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും വേറെ രീതിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അത് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക, എനിക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതേ സെയിം ഗൂഗിൾ പേ അക്കൗണ്ട് പേടിഎമ്മിലും ഫോൺ പേയിലൊക്കെ ഉണ്ട്. അതിലേക്ക് ആൾക്കാർക്ക് പൈസ അയക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ പ്രശ്നം വരുന്നത് ഗൂഗിൾ പേയിൽ അയക്കുമ്പോഴാണ്. അപ്പം മെയിനായിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, അധികം ആൾക്കാരും ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ആണ്. ഫോൺ പേയും പേടിഎമ്മൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ എൻ്റെ ഭാഗത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ഗൂഗിൾ പേയിലേക്ക് പൈസ ഇട്ടാന്നൊക്കെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ നമ്പർ ഗൂഗിൾ പേ ജസ്റ്റ് നമ്പർ അടിച്ചിട്ട് അവർക്ക് വേഗം എടുക്കാൻ വേണ്ടി സാധിക്കും. മറ്റുള്ളതാകുമ്പം അത്ര പെട്ടെന്ന് അവരിലുള്ള ആപ്ലിക്കേഷൻ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എനിക്കിത് വല്ലാത്തൊരു പ്രശ്നം. ഏകദേശം ഇപ്പം 1.5 കൊല്ലത്തോളമായി. ഞാനിത് കുറേ ആൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളോട് പറയാമെന്ന് വെച്ചു. കാരണം എല്ലാവർക്കും അറിവ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ട് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്, നമ്മൾ എവിടെന്നെങ്കിലും QR കോഡ് അവർക്ക് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെയാണ് പൈസ അയക്കേണ്ടതെന്ന് അധികം ആൾക്കും ഡൗട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ അതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇത് സാധാരണ പോലത്തെ വീഡിയോ അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമെങ്കിൽ, ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.